നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അഭിരാമി ടീച്ചറിൻ്റെ ശിഷ്യ ശീതളിൻ്റെ ചെറിയൊരു രംഗപൂജ നമ്മുടെ നൃത്ത കളരിയിൽ വെച്ച് തന്നെ ചെയ്യുകയുണ്ടായി. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യമൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കിടുവാനായിട്ട് വന്നതാണ്. പൊതുവേ രംഗപൂജ എല്ലാം നൃത്ത കളരിയിൽ ചെയ്യുമ്പോൾ സന്ധ്യ സമയത്തായിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ചേർന്ന ഒരു ഡ്രസ് കോമ്പിനേഷനാണ് ശീതളിന് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? നമ്മുടെ ശീതൾ ഒരുങ്ങിയിറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ നിത്യതി ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ചേർത്തായിട്ടാണ് ശീതളിനെ ഇറക്കുന്നത്. ഇന്ന് ജനം മാത്രം ഇല്ല അല്ലേ മക്കളെ? സിദ്ധിദാത്രി അൾട്ട ഇടുകയാണ്. സിദ്ധിദാത്രിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഈ അൾട്ട. മീനാക്ഷി മോക്ക് എക്സാമാണ്, എന്നാലും ഓടിയെത്തി. ബാക്കി എല്ലാവരും ഇനി വരത്തേ ഉള്ളൂ. അപ്പോൾ അധ്യാപികയെ എങ്ങനെയാണ് ശീതൾ മോള്? നല്ലതായിട്ട് ചെയ്യോ? മിടുക്കിയാണോ? ഒരു ചെറിയ ഞെട്ടലുണ്ടല്ലോ. ഓൺലൈനിൽ കൂടുതൽ പേരും പുറത്തുള്ളവരാണ്. അപ്പോൾ അവരുടെ സൗകര്യാർത്ഥം ഇവിടെ വരുമ്പോഴത്തേക്കും ചെയ്യുന്നതാണ് നൃത്തക്കളരിയിലെ രംഗപൂജ. നമ്മുടെ അഭിരാമിക്കൊപ്പം തന്നെ നിത്യതിമാരെല്ലാം തന്നെ ഒരുപാട് സഹായത്തോടെയും സഹകരണത്തോടെയും നിൽപ്പുണ്ട്. ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശീതളിൻ്റെ ഫാമിലിയും ഒപ്പമുണ്ട്. ശീതളിൻ്റെ മകൻ അല്പം കുസൃതിയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് ആശാനെ അങ്ങോട്ട് കറക്റ്റായിട്ട് ബോധിച്ചില്ല. കാര്യം പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയത്തില്ല. പിന്നെ നമ്മുടെ നൃത്തം എല്ലാം കാണുവാനും എല്ലാത്തിനുമായിട്ട് സ്ഥിരം ഉള്ള നമ്മുടെ നിത്യതി മക്കളും നിത്യതിയിലെ എല്ലാ സഹയാത്രികരും ഒപ്പം ഉണ്ടായിരുന്നു. അനാമികെ, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ജോലിയായിരുന്നോ? എല്ലാം നന്നായിട്ട് ചെയ്തോ? നന്നായിട്ട് ചെയ്തു. ഓക്കെ. ചായയൊക്കെ കൊണ്ടുവന്ന് ചായയും കടിയൊക്കെ ഉണ്ടല്ലേ? അതെ, ടാങ്കും ഉണ്ട്. കുട്ടികൾക്ക് ടാങ്കും മുതിർന്നവർക്ക് ചായയും. ഒരു സൈഡിൽ നർത്തകി ഇറങ്ങുമ്പോൾ ഇപ്പുറം ഒരു സൈഡിൽ നമ്മുടെ വിദ്യാർത്ഥിനികളൊക്കെ നൃത്തം കാണുവാനായിട്ട് റെഡിയാകുന്നുണ്ടായിരുന്നു. നമ്മുടെ അഭിരാമി മോളാണെങ്കിൽ ആകെ അങ്ങ് ഓട്ടമാണ്. ആൾക്ക് നല്ല ടെൻഷനാണ്. എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് നടക്കണം. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലികൾ വരുന്നതാണ്. ഒരു തെറ്റും പറ്റാൻ പാടില്ല. എന്തായാലും അഭിരാമി മോൾ ഇറക്കിയത് മനോഹരമായിട്ടുണ്ട് കേട്ടോ ശീതളിനെ. ഇതിനിടയ്ക്ക് അഭിരാമി മോൾ ചന്ദനത്തിരി കൊളുത്തിയപ്പോഴത്തേക്കും അല്പം അങ്ങോട്ട് തീ കൂടിപ്പോയി. ഞാൻ അപ്പം തന്നെ ക്യാമറ കട്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്തു. ആശാട്ടി ടെൻഷനിൽ അത് കൃത്യമായിട്ട് അണയ്ക്കാൻ തന്നെ മറന്നുപോയി. നിത്യതിമാരുടെ സഹായത്തോടു കൂടിയാണെങ്കിലും അഭിരാമി മോളുടെ മേൽനോട്ടത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായി അവൾ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ അഭിരാമി മോളുടെ സ്റ്റുഡൻ്റായ ശീതൾ മോളുടെ രംഗപൂജ നമ്മുടെ നൃത്തക്കളരിയിൽ വെച്ച് തന്നെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശീതൾ മോള് അപ്പോൾ പുറത്തിങ്ങനെ ജോലി ബേസ് ചില സമയത്ത് നമുക്ക് ലീവ് ക്ലിയറായി കിട്ടിയില്ലെങ്കിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. അഭിരാമി മോളെ എങ്ങനെയാണ്? കോൺഫിഡൻ്റ് ആണോ? ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. അത് ശീതൾ ചേച്ചി ടെൻഷൻ അടിക്കുന്നേ. അപ്പോൾ നന്നായിട്ട് ചെയ്യത്തില്ലേ? പിന്നെ സൂപ്പറായിട്ട് ചെയ്യും. നന്നായിട്ട് പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്യും. വീഡിയോയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പറായിട്ടാണ് ചെയ്യുന്നത്. ഇന്നും അതുപോലെ ഞാൻ പ്രതീക്ഷിക്കും. ശീതൾ കുട്ടിയെ നന്നായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി മനോഹരമായിട്ടുണ്ട് അല്ലേ? ടീച്ചറും സ്റ്റുഡൻറ്റും രണ്ടുപേരും. ഇതിൽ ആരാ സുന്ദരി എന്ന് പറയാൻ വയ്യ, അത്ര സൗന്ദര്യം അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്? നന്നായിട്ട് ചെയ്യോ? നന്നായിട്ട് ചെയ്യുന്നു തോന്നുന്നു. കോൺഫിഡൻ്റ് ആണോ? കോൺഫിഡൻ്റ് ആണ്. ശരി. 4 ഡാൻസ് അല്ലേ? 4 ഓക്കെ, ശരി. അപ്പോൾ എല്ലാം സന്തോഷമാണല്ലോ? സന്തോഷമായിട്ട് ഓക്കെയാണ്. ടീച്ചർ എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്നതൊക്കെ? നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അടിപൊളിയാണ്. ഓക്കെ. അയ്യോ, അഭിരാമിക്ക് ഒരു ചെറിയ ചമ്മല കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ ഒക്കെ? കൊള്ളായിരുന്നു. ഓക്കെ. മീനാക്ഷി മണിച്ചിരി ലേറ്റായി, എന്നാലും ഓക്കെ അല്ലേ? ഓക്കെയാണ്. അനാമിക മോളെ ഒരുപാട് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഈവനിങ്ങിൽ തുടങ്ങിയതാ. നല്ലോണം ചെയ്തല്ലേ? ശ്രീലക്ഷ്മി ഇതിന്റെ ഇടയിൽ നമ്മൾ ഷൂട്ടും ചെയ്തു ഡാൻസ്. നല്ലതായിരുന്നു ചേച്ചി, നല്ലതായിരുന്നു. ഓട്ടത്തോടെ രാവിലെ ഓടി ഇവിടെ വരുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്നത് എംറ്റി ആയി, തീർന്നു. അപ്പൊ അഭിരാമി ടീച്ചറിന്റെ സ്റ്റുഡന്റിന്റെ ഒരു രംഗപൂജ കാണുവാണ്. സന്തോഷാണോ? അഭിരാമി ടീച്ചറിനെക്കാളും അഭിരാമി ടീച്ചറിന്റെ സ്റ്റുഡൻസ് അതിൽ നിന്ന് സുന്ദരിമാരായിട്ട് വന്നേക്കേ. എല്ലാവരും നല്ല കിട്ടും. ഞാൻ മാത്രമാണ് ഇങ്ങനെ വന്നത്. കൊള്ളാവോ?
എന്തായാലും കൂട്ടുകാരെ, പ്രതീക്ഷിച്ചതിലും മനോഹരമായിട്ട് തന്നെ ശീതൾ രംഗപൂജ നൃത്തക്കളരിയിൽ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു അധ്യാപികയുടെ തലത്തിൽ നിന്നുള്ള ചടങ്ങും കാര്യങ്ങളും എല്ലാം നമ്മുടെ അഭിരാമി ടീച്ചറും ചെയ്തു. രംഗപൂജയ്ക്ക് ശേഷമാണ് ശരിക്കും ബാണിയുടെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തുടർന്ന് ശീതൾ നിത്യതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യതിയുടെ മകളായി ബാണി പഠിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി വളരെ മനോഹരമായിട്ടെല്ലാം പൂർത്തീകരിച്ച് ഇവിടെ നിന്നും മടങ്ങി സന്തോഷത്തോടുകൂടി, ഒരുപാട് സംതൃപ്തിയോടുകൂടി. അതുതന്നെയാണ് എൻ്റെയും എൻ്റെ നിത്യതി മക്കളുടെയും ഏറ്റവും വലിയ സന്തോഷം കൂട്ടുകാരെ. നല്ലൊരു അധ്യാപികയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു ശിഷ്യയ്ക്ക് വേണ്ട പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇത്രയും മഹനീയമായി ഈ ചടങ്ങെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിന് അതിന് കഴിഞ്ഞു, എൻ്റെ അഭിരാമി മോൾക്ക് അതിന് കഴിഞ്ഞു. അതിനൊരുപാട് സന്തോഷം കൂട്ടുകാരെ. ശീതൾ അഭിരാമിക്ക് ഗുരുദക്ഷിണയും സമ്മാനങ്ങളും ഒക്കെ നൽകി. രംഗപൂജ ചെയ്തതിൻ്റെ മൊമെൻറ്റോ നൽകി. ശരിക്കും അവർക്കിടയിലെ ദൃഢമായ ഗുരുശിഷ്യ ബന്ധത്തിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു കൂട്ടുകാരെ. ഒരു കുറവുകളും വരുത്താതെ ഇത്രയധികം ഈ ചടങ്ങൊക്കെ പൂർത്തീകരിച്ചെടുക്കുവാൻ തക്ക കഴിവ് എൻ്റെ നിത്യതി മക്കൾക്കും അതിലൂടെ ഒരുപാട് അടുത്തും അകലെയുമായുള്ള ശിഷ്യഗണങ്ങൾക്കും നൽകുവാൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു വിഷയത്തിൽ വീഡിയോയിൽ നമുക്ക് കാണാം കൂട്ടുകാരെ. ടാറ്റാ.